വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. മനോഹരമായ ഒരു പ്രഭാതയാമത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും വിശ്വസ്തയോടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കർത്താവ് നമ്മെ പരിപാലിച്ചു, നമ്മെ സഹായിച്ചു. ഇത്രത്തോളം ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ നിർത്തുമാറാക്കി. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നാം വായിച്ചതായ വേദഭാഗം ശുഭ്രവസ്ത്രത്തെക്കുറിച്ചാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ സന്ദേശം. ശുഭ്രവസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ച ഒരു കൂട്ടം മനുഷ്യർ. ആ മനുഷ്യർക്ക് ദൈവം കൃപ കൊടുക്കുന്നിടം വരെയും അത് ധരിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ ഏറിയ കാലങ്ങൾക്ക് മുമ്പ് കർത്താവ് അവരെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ അവരുടെ കയ്യിൽ അവർക്കായി കർത്താവ് ഒരു ശുഭ്രവസ്ത്രം നൽകി. ആ ശുഭ്രവസ്ത്രത്തിന്മേൽ കറയും അഴുക്കും ചെളിയും പുരണ്ട് പലപ്പോഴും അത് ധരിക്കുവാൻ യോഗ്യമല്ലാതെ അവർ കൊണ്ടു നടന്നു. എന്നാൽ ആ വസ്ത്രത്തെ നൽകിയവൻ ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുത്തു. എന്താണ് ആ ഉത്തരവാദിത്വം എന്നറിയാമോ? നീതി പ്രവൃത്തികളാൽ ആ വസ്ത്രം കഴുകി വൃത്തിയാക്കി ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിൽ കൂടെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നീതി പ്രവൃത്തികളിൽ കൂടെ ശുദ്ധവും ശുഭ്രവുമായി സൂക്ഷിക്കപ്പെട്ടവരാരോ അവർക്ക് അവസാന നാളുകളിൽ ആ വസ്ത്രത്തെ ധരിച്ചും കൊണ്ട് അവർ ആരെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനുള്ള കൃപ കൊടുത്തതായിട്ടാണ് ഇവിടെ നാം വായിച്ചത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിന് തൊട്ട് മുമ്പുള്ളതായ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവം കൊടുത്തതായ വെളിപ്പാടാണ്. എന്താണ് ഈ ശുഭ്രമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ? 3 രീതിയിലുള്ളതായ വസ്ത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, നമുക്കിഷ്ടമുള്ള വസ്ത്രം നാം തന്നെ തുന്നി ഉണ്ടാക്കി നാം ധരിക്കുന്ന വസ്ത്രം. വെള്ള വസ്ത്രവും ചുമന്ന വസ്ത്രവും കറുത്ത വസ്ത്രവും, ഇഷ്ടമുള്ള നിറവും ഇഷ്ടമുള്ള ഡിസൈനും ഇഷ്ടമുള്ള രൂപവും ഇഷ്ടമുള്ള അനുകരണവും ഇഷ്ടമുള്ള ഭാവവും ഒക്കെ അതിൽ നിന്ന് പ്രകടമാക്കുവാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി നാം തന്നെ ഉപയോഗിക്കപ്പെടുന്ന ധരിക്കുന്ന വസ്ത്രം. 2, മറ്റുള്ളവർ നമുക്ക് നൽകുന്നതായ അധികാര വസ്ത്രം. ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യുന്നു എന്ന് നമ്മെ തന്നെ ലോകർക്ക് വെളിപ്പെടുത്തി കാണിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ തരുന്നതായ വസ്ത്രം. യൂണിഫോം അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരസ്ഥങ്ങളിൽ ശുശ്രൂഷകളിൽ ഇരിക്കുമ്പോഴൊക്കെയും അധികാരസ്ഥാനങ്ങളാൽ വിവക്ഷിക്കപ്പെടുന്നതായ വസ്ത്രം. ഈ വസ്ത്രങ്ങളൊന്നും ശുഭ്രമായ വസ്ത്രങ്ങളല്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ മഹത്വവും മാനവും എല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ വേറൊരു വസ്ത്രമുണ്ട്, മനുഷ്യർ പരിഹസിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതായ വസ്ത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ഹെരോദാവ് തൻ്റെ പടയാളികളുമായി യേശുവിനെ പരിഹസിച്ചു, നിസാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു എന്ന് കാണുന്നു. ശുഭ്രവസ്ത്രം എന്ന് പറയുന്നതായ ആ ഒരു ആശയം, ആ പ്രയോഗം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ്. ഗ്രീക്ക് ഭാഷയിൽ അതിനെ വിളിക്കുന്നത് ലംബ്രാൻ. ലംബ്രാൻ എന്ന് പറഞ്ഞാൽ 5 വിധമായിട്ടുള്ള യോഗ്യത ആ ശുഭ്രവസ്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. ബ്രൈറ്റ്, സ്പ്ലെൻഡിഡ്, ഷൈനിങ്, എലിജൻറ്റ്, മാഗ്നിഫിഷൻറ്റ്. ശോഭയുള്ളത്, ഗംഭീരമായത്, തിളങ്ങുന്നത്, ശ്രേഷ്ഠമായത്, അതിശയകരമായി ഗാംഭീര്യത്വം ഉൾക്കൊള്ളുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ലോകത്തിൽ വെച്ച് മറ്റുള്ളവർ കൊടുക്കുന്നതായ വസ്ത്രം മാനത്തിനും അപമാനത്തിനും ആയിട്ടുള്ളതാണ്. അത് ശത്രുക്കളാൽ കൊടുക്കപ്പെടുമ്പോൾ അത് അപമാനിക്കപ്പെടുന്നു. യേശുവിനെ ശുഭ്രവസ്ത്രം ധരിപ്പിച്ചത് അവനെ ശ്രേഷ്ഠനാക്കി കാണിക്കുവാനല്ല, അവനെ ഉയർത്തി കാണിക്കുവാനല്ല, എന്നാൽ അവനെ നിസാരനാക്കുവാൻ, പരിഹസിക്കുവാൻ വേണ്ടി
ഹെരോദ രാജാവ് ഉപയോഗിച്ച വസ്ത്രമാണ് ശുഭ്രവസ്ത്രം. എന്നാൽ ആ പരിഹാസവും ആ നിസ്സാരത്വവും ഒക്കെയും ദൈവം തൻ്റെ അത്ഭുതമായ നിയോഗത്താൽ അതൊക്കെയും യാഥാർത്ഥ്യമായി തന്നെ ശുഭ്രവസ്ത്രത്തിന് യോഗ്യതയുള്ളവനായി സ്വർഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ചവനാക്കി മാറ്റി. ആ വസ്ത്രത്തെ ധരിച്ചുകൊണ്ട് പീലാത്തോസിൻ്റെ അടുത്തേക്ക് നടന്നു വന്നതായ യേശുവിനെ കണ്ടുകൊണ്ട് പീലാത്തോസ് അവനെ നോക്കി പറയുകയാണ്. അതിൻ്റെ 14-ാം വാക്യം, നിങ്ങൾ ചുമത്തിയതായ കുറ്റം ഒന്നും ഇവനിൽ കണ്ടില്ല, ഹെരോദാവും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹെരോദാവ് പക്ഷെങ്കിൽ പരിഹസിക്കുവാൻ വേണ്ടിയാണ് ആ വസ്ത്രം നിസാരത്വത്തിന് നിസാരനാക്കിക്കൊണ്ട് പരിഹസിക്കാൻ വേണ്ടി യേശുവിനെ ആ ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു. എങ്കിൽ ആ പരിഹാസം പീലാത്തോസിൻ്റെ ദൃഷ്ടിയിൽ കുറ്റമില്ലാത്ത കുറ്റവിമുക്തനാക്കിയുള്ളതായ ഒരു ട്രാൻസ്ലേഷന് ദൈവത്താൽ അത് സാധ്യമാക്കി തീർത്തു. ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യർ നിന്നെ ശുഭ്രവസ്ത്രം കൊണ്ട് പരിഹസിക്കുമ്പോൾ, ശുഭ്രത കൊണ്ട് അപമാനിക്കുമ്പോൾ, നിന്നെ നിസ്സാരനാക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നീതി അവിടെ നിനക്ക് വേണ്ടി വെളിപ്പെടും. അത് നിന്നെ ഉയർത്തുന്നതിനും നിന്നെ പ്രശസ്തിയുള്ളവനാക്കുന്നതിനും നിന്നെ അധികാരസ്ഥനാക്കുന്നതിനും യോഗ്യനാക്കി അതിനെ വിധിക്കപ്പെടുന്നു. എന്നാൽ നാം തന്നെ നമ്മുടെ മഹത്വം കാണിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഉണ്ടാക്കി തീർക്കുന്നതായ ശുഭ്രവസ്ത്രം എന്ന് അനുമാനിക്കുന്ന, അല്ലെങ്കിൽ നാം മറ്റുള്ളതിനെ അനുഗമിക്കുന്നതായ, അല്ലെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതായ അനേക വസ്ത്രങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ രീതിയിൽ, മറ്റുള്ളവരുടെ മാന്യതയ്ക്ക് അതിന് അനുസാരമായി നാം അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് അനേക വസ്ത്രങ്ങൾ നാം ധരിക്കാറുണ്ട്, അതിനെ നാം ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അതൊന്നും മാന്യതയുള്ളതായി വരില്ല. അതെല്ലാം നമ്മുടെ ആ ചിന്താഗതിയോടുകൂടെ തന്നെ അതിനൊരു പര്യവസാനമുണ്ടാകുന്നു. ഇവിടെ ഇന്ന് നാം വായിച്ചതായ വേദഭാഗം നോക്കൂ. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വസ്ത്രം ധരിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ആ ശുഭവും ശുദ്ധവും ശുഭ്രതയുമൊക്കെയും അത് യഥാർത്ഥമായി ഉരുവായതല്ല, അവൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. എങ്ങനെയാണെന്നറിയാമോ? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാൽ. നമുക്ക് നമ്മുടെ വസ്ത്രത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ദൈവം തരുന്നതായ വസ്ത്രത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ശുദ്ധവും ശുഭ്രവുമായി കാണിക്കുവാൻ നീതി പ്രവൃത്തികളാൽ അതിനെ ശുദ്ധിയുള്ളതാക്കി സൂക്ഷിക്കണം എന്ന് തിരുവചനം നമ്മെ കാണിക്കുകയാണ്. ഈ ഭൂമിയിൽ ദൈവം രക്ഷയോടുകൂടെ നമുക്ക് നൽകുന്നതായ ആ ശുഭ്രവസ്ത്രം, നമ്മെ ധരിപ്പിച്ചിട്ടുള്ളതായ ആ വസ്ത്രം, നീതിയാകുന്ന വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനേക കുറവുകളും കുറ്റങ്ങളും കറകളും അനേക പിഴവുകളും സംഭവിച്ചതിന് ശേഷം അത് ഉടുക്കുവാൻ യോഗ്യമല്ലാതെ പലപ്പോഴും നാം അതിനെ അലക്ഷ്യമാക്കി നാം തന്നെ തീർക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം, നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ കറകളും നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ ആ കളങ്കങ്ങളൊക്കെയും നിനക്ക് വെളുപ്പിക്കാൻ കഴിയും, നിനക്ക് ശുദ്ധിയുള്ളതാക്കുവാൻ കഴിയും. നിനക്കതിനെ ശുദ്ധിയുള്ളതാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ ലഭിക്കുവാൻ തക്കവണ്ണം, അതിനെ ധരിക്കുവാൻ തക്കവണ്ണം അധികാര സ്ഥാനങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് സാധിക്കും. നീതി പ്രവൃത്തികൾ എന്ന് പറയുന്നതായ ഒരു സംഗതി, അത് വലിയൊരു ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷനാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതായ ഒരവസ്ഥയാണ്. അനേക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ വരും, താഴ്ചകൾ വരും, അനേക നിന്ദകളും അനേക പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അതിക്രമം പെരുകുന്നതിനാൽ സ്നേഹം തണുത്തു പോകുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അനേക അതിക്രമങ്ങൾ പെരുകി വരുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ നഷ്ടപ്പെട്ട് നമുക്ക് നൽകപ്പെടുന്നതായ ആ വസ്ത്രം അത് ഉടുക്കുവാൻ ധരിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ അത് കളങ്കപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ കൊണ്ട് അതിനെ ശുദ്ധി ചെയ്യാനൊക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മളിലും നമ്മുടെ തലമുറകളിലും ഇതിനെക്കുറിച്ചുള്ളതായ ഒരു വ്യക്തമായ ഒരറിവുണ്ടെങ്കിൽ ജീവിതത്തിൽ വരുന്ന താളപ്പിഴകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഉണർന്നെഴുന്നേൽക്കുവാൻ അവർക്ക് ദൈവം ഒരു അഭിഷേകം കൊടുക്കും. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ എന്ന് പറയുന്ന ഒരു അത്ഭുതമായ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തമായി
തന്നിരിക്കുകയാണ്. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിന് മുൻപുള്ളതായ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം സന്തോഷിച്ച്, ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുത്തതായ ആ ശുഭ്രവസ്ത്രത്തെ അവൾ വെണ്മയാക്കി കഴുകി കറയും കളങ്കവും എല്ലാം മാറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ തീർച്ചയായും വിശുദ്ധന്മാരുടെ ആ ഒരു നിരയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ അവൾ തന്നെ കൈവരിച്ചു. ദൈവം കൊടുത്തതല്ല, അവൾ തന്നെ കൈവരിച്ചതായ ഒരു ഭാഗ്യം, നമുക്ക് തന്നെ തന്നിരിക്കുന്നതായ ഉത്തരവാദിത്വത്തെ നാം ഉപയോഗിക്കുന്നതായ ഒരു രംഗത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത്. ജീവിതത്തിൽ കറയും കളങ്കവും മാലിന്യങ്ങളും ധാരാളമുണ്ടാകും, പ്രശ്നങ്ങൾ ധാരാളമുണ്ടാകും, വീഴ്ചകൾ ധാരാളമുണ്ടാകും. അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ കൈവിട്ടു എന്നല്ല. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതായ വസ്ത്രം അലക്കി വെളുപ്പിച്ച് ശുദ്ധമാക്കുവാൻ നീതി പ്രവൃത്തികളെ കുറിച്ചുള്ളതായ ഒരു ജ്ഞാനം, ഒരറിവ്, ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇന്ന് നമുക്ക് സാധിക്കാഞ്ഞതായ അനേക നീതി പ്രവൃത്തികൾ അടുത്ത ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം, നമ്മുടെ തലമുറകൾക്ക് കഴിയണം, നമ്മുടെ സമൂഹത്തിന് കഴിയണം. എങ്കിൽ മാത്രമേ ഈ സമൂഹത്തിനുള്ളതായ ഒരു അനുഗ്രഹപ്രദമായ ഒരു നാളെ നമുക്ക് പ്രതിനിധാനം ചെയ്യുവാൻ കഴിയുള്ളൂ, നമുക്കവർക്ക് സമ്മാനിക്കുവാൻ കഴിയുള്ളൂ. ലോകത്തിൻ്റെ മുൻപിൽ നമുക്കൊരു നീതി പ്രവൃത്തികൾ ചെയ്തു കാണിക്കേണ്ടതായിട്ടുണ്ട്. യേശു അവന് കൊടുക്കപ്പെട്ടതായ ആ ശുഭ്രമായ വസ്ത്രം അവൻ സന്തോഷത്തോടുകൂടി ഏറ്റുകൊണ്ടു. അവൻ മറ്റുള്ളവരുടെ മുൻപിൽ അവൻ നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടുവെങ്കിലും ദൈവത്താൽ മാനിക്കപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക് ദൈവം താനും അവനെ ഉയർത്തി. അത് നമുക്കൊരു മുഖാന്തരം, അത് നമുക്കൊരു ദൃഷ്ടാന്തമായി നമ്മുടെ ജീവിതത്തിൽ ഈ പകൽക്കാലം ശോഭിക്കുകയാണ്. അനേകർ നമ്മെ പരിഹസിക്കുവാൻ വേണ്ടി ശുഭ്രമായ വസ്ത്രം നമ്മെ ധരിപ്പിച്ചും കൊണ്ട്, ശുഭ്രതയുടെ പേരും പറഞ്ഞുകൊണ്ട്, വിശുദ്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട്, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്നെ പരിഹസിച്ചേക്കാം, നിന്നെ താഴ്ത്തി കെട്ടിയേക്കാം, നിന്നെ അപമാനിച്ചേക്കാം. പക്ഷെങ്കിൽ ആ പരിഹാസവും ആ അപമാനമൊക്കെയും ദൈവം തൻ്റെ ദൃഷ്ടിയിൽ അത് അനുഗ്രഹമായി നിനക്ക് മാറ്റുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ ഭവനത്തിനും ശാപം അനുഗ്രഹമാക്കി മാറ്റുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു, നാം സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അങ്ങനെ കുഞ്ഞാടിൻ്റെ കാന്തയ്ക്ക് ശുഭ്രമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് തരുന്നതായ കൃപയെ, ആ ധരിക്കുവാനുള്ള കൃപയെ ഈ പകൽക്കാലം അവകാശമാക്കുന്ന ഒരു ജീവിതം ഈ വചനങ്ങൾ മുഖാന്തരം നിനക്കും നിന്റെ തലമുറകൾക്കും സാധ്യമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.